പിന്നെ പ്രിയങ്ക ഖാർഗിൽ. അപ്പൊ നേരത്തെ ധന്യ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുന്ന RSSനെ കംപ്ലീറ്റ് നിരോധിക്കണം. കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, പുള്ളിക്ക് കാണുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിനെ അങ്ങ് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയം. അത് മുസ്ലിം പ്രീണനം തന്നെയാണ് ശരിക്കും. അവിടെ നല്ലൊരു വിഭാഗം ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ അവരെ തമ്മിൽ കലഹിപ്പിക്കുക, ഇതിനല്ലേ വർഗീയത എന്ന് നമ്മൾ പറയേണ്ടത്. കലഹിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അവർക്ക് സംവരണം കൂടെ എടുക്കാനുള്ള തീരുമാനം കൂടെ അവരെ പിടിച്ചു നിർത്തിക്കുക. കാരണം അവരുടെ വിശ്വസിക്കാവുന്ന വോട്ടാണ്. സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർ നക്കിക്കൊല്ലും. അപ്പോൾ ആ സംവരണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വോട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാമെന്ന് വിചാരിച്ച് സംവരണം കൊണ്ടുവന്നു. കോടതി പറഞ്ഞ് എൻ്റെ പണി നോക്കുന്നില്ല, ഇത് മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്ന പരിപാടിയൊന്നും ഭരണഘടനയില്ല പറഞ്ഞിട്ട് എടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു, വരട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് ഈ കർണാടകത്തിൽ നടക്കുന്നത്. ഇപ്പം DK ശിവകുമാരനാണെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് മടുത്തു. ജലസേചനം നടത്തി പുള്ളി മടുത്തു. അതോടുകൂടി ഇപ്പോൾ പുള്ളിക്ക് ഇവിടുന്ന് മുഖ്യമന്ത്രി കസേര കണ്ടു. പുള്ളി പറയുന്നതിൽ ന്യായമില്ലേ സാറ്? പാർട്ടി ജയിപ്പിച്ച പുള്ളി, നിന്ന പുള്ളി വാക്ക് പാലിച്ചാൽ മതി. അതല്ലേ പുള്ളി ചോദിക്കുന്നതിന് ന്യായമില്ലേ? അതെ, വാക്ക് പാലിച്ചാൽ മതി. ഇപ്പൊ മിക്കവാറും സംഭവിക്കാൻ പോകുന്ന ഈ പുള്ളിക്കാരനെ ഞാൻ ചത്താലും ഇവിടുന്ന് എണീക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു ഒറ്റ ഇരുത്തമാണ് അവിടെ കഴിഞ്ഞാൽ അഴിമതി നടത്തി. ഭാര്യയുടെ പേര് മൈസൂരി നാട്ടിൽ 1-ാം തരം ലാൻഡൊക്കെ അലോ ചെയ്തു ഒക്കെ ചെയ്തു. എല്ലാം സുരക്ഷിതമാണ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് വേണ്ട, വേറെ എവിടെയെങ്കിലും കൊടുത്തു കാണും. എന്തെങ്കിലും സിദ്ധാരാമയ്യ, അതാണ് സിദ്ധാരാമയ്യ. എന്തായാലും പുള്ളി മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ മാറൂല, എന്നെയും കൊണ്ടേ കസേര മാറുമെന്നും പറഞ്ഞൊരൊറ്റ ഇരിപ്പാണ് പുള്ളിക്കാരൻ.